അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, വെളിപാട് 3:19 ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ഇച്ഛകൾക്കൊത്ത് യാത്ര ചെയ്യുന്നവൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായി അർത്ഥശൂന്യമായ ജീവൻ്റെതല്ലാത്ത കൃപാരഹിതമായ വഴികളിലൂടെ സ്വാർത്ഥപരമായി ഒരുപക്ഷെ ജഡിക ലോകത്തിൻ്റെ ക്ഷണമനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ ദൈവം ദുഃഖിക്കുന്നുണ്ട്. വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്ന ഇടയ സ്നേഹമുള്ള ദൈവം ഒരുപക്ഷെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. കാരണം എന്താ? സ്നേഹിക്കുന്നു എന്ന് മാത്രം. സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത കാരുണ്യ സ്നേഹമാണ്. ക്ഷമിച്ച്, പൊറുത്ത്, സൗഖ്യപ്പെടുത്തി, വളർത്തി ഉന്നതമായ ഒരിടത്ത് എത്തിക്കുന്ന ആ സ്നേഹമാണ് കാരുണ്യമുള്ള സ്നേഹം. ദൈവസ്നേഹം കാരുണ്യ സ്നേഹമാണ്. ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീക്ഷ്ണതയോടെ ദൈവസന്നിധിയിലായിരിക്കുക, അനുതപിക്കുക. വെറുതെ ദൈവസ്തുതി കീർത്തനങ്ങൾ ഇങ്ങനെ ആലപിച്ചു, അനുതാപ കീർത്തനങ്ങൾ പാടി, സങ്കീർത്തനങ്ങൾ ചൊല്ലി, അനുതാപം ഹൃദയത്തിൻ്റെ മാറ്റമാണ്. ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകുമെന്ന് എസെക്കിയേലിൽ പറയും പോലെ അഴുക്കുള്ള ഇരുട്ടിൽ സഞ്ചരിച്ച, ദുഷ്ടമായ വഴികളിൽ നടന്ന ആ ഭൂതകാലത്തിൻ്റെ ചെയ്തികളെ വെടിഞ്ഞ് ശാസനയും ശിക്ഷയും ലഭിച്ചവൻ തീക്ഷ്ണതയോടെ അനുതപിച്ച് ദൈവത്തിലേക്ക് വരും. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ഈ ദൈവത്തിൻ്റെ വാതിൽക്കലുള്ള വരവും പ്രതീക്ഷിച്ച് അനുതാപത്തോടെ കാത്തിരിക്കാൻ ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ, മരിയ, ആമേൻ.